നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ബലാത്സംഗ കേസിലെ മൂന്നാമത്തെ അതിജീവിതയ്ക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യാനൊരുങ്ങി ഫെന്നി നൈനാൻ. നീതിപൂർവമായ നടപടിയാണ് അതിജീവിതയ്ക്ക് വേണ്ടതെങ്കിൽ പോലീസിന് പരാതി കൊടുത്താൽ പോരെ, തനിക്കെതിരെ കോൺഗ്രസ് നേതാക്കൾക്ക് പരാതി നൽകേണ്ടതുണ്ടോ എന്നും ഫെന്നി ചോദിച്ചു. പ്രത്യേകിച്ച് മൂന്നാമത്തെ അതിജീവിത ഫെന്നിക്കെതിരെ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് പരാതി നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഫെന്നിയുടെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലൊരു നീക്കം ഉണ്ടാകുന്നത്. അതായത് മാനനഷ്ട കേസ് ഫയൽ ചെയ്യുക എന്ന നീക്കത്തിലേക്ക് ഫെന്നി കടന്നിരിക്കുന്നത്. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾക്ക് അതിജീവിത പരാതി കൊടുത്തതെന്നും ഫെന്നി ആരോപിച്ചു. താൻ അതിജീവിതയുടെ പേര് വിവരങ്ങൾ സമൂഹ മാധ്യമത്തിലൂടെ പരസ്യപ്പെടുത്തിയിട്ടില്ല. ആരാണ് സ്വകാര്യ ചാറ്റുകൾ പുറത്തുവിട്ടത്? മാധ്യമ പ്രവർത്തകയായ ലക്ഷ്മി പത്മയാണ് ഈ രാഹുലും മൂന്നാമത്തെ അതിജീവിതയും തമ്മിലുള്ള സ്വകാര്യ ചാറ്റുകൾ പുറത്തുവിട്ടത്. അതിജീവിത മാധ്യമ പ്രവർത്തകയായ ലക്ഷ്മി പത്മയ്ക്കെതിരെ വേണം കേസ് കൊടുക്കേണ്ടത്. അതിന് അതിജീവിത തയ്യാറാകണം. തനിക്കെതിരായ വ്യാജ പ്രചരണത്തിൽ പത്തനംതിട്ട SP-ക്ക് പരാതി നൽകിയിട്ടുണ്ട്. മൂന്നാമത്തെ അതിജീവിതയ്ക്കെതിരെ മാനനഷ്ട കേസും ഫയൽ ചെയ്യുമെന്നും ഫെന്നി നൈനാൻ മാധ്യമങ്ങളോട് പറഞ്ഞു. എന്തായാലും അതിജീവിതയുടെ ഭാഗത്തു നിന്നും നിർണായകമായ നീക്കമുണ്ടായതിന് തൊട്ടു പിന്നാലെയാണ് ഫെന്നി നൈനാന് മാനനഷ്ട കേസ് കൊടുക്കുക എന്ന നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത്. അതേസമയം ഫെന്നി നൈനാനും MLA അനുകൂലികളായ സൈബർ സംഘങ്ങൾക്കുമെതിരെയാണ് പ്രിയങ്ക ഗാന്ധി, ദീപാദാസ് മുൻഷി, അൽക്ക ലാംബ, ജവി മേത്ര എന്നിവർക്ക് മൂന്നാമത്തെ അതിജീവിത പരാതി നൽകിയത്. ഇമെയിൽ വഴിയായിരുന്നു പരാതി. കേസുകൾ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. ഇതിനിടെ ഫെന്നി നൈനാൻ ഉൾപ്പെടെയുള്ളവർ വ്യക്തിഹത്യ ചെയ്യുന്നു, ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ നേതാക്കൾക്ക് മൂന്നാമത്തെ അതിജീവിത പരാതി നൽകിയത്. സൈബർ സെല്ലിനും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും അതിജീവിത പരാതി കൈമാറി. സ്വകാര്യ ചാറ്റുകളും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളോട് പ്രചരിപ്പിക്കുന്നത് ഇരകളെ മാനസികമായി തകർക്കാനും കേസിനെ അട്ടിമറിക്കാനുമുള്ള ബോധപൂർവമായ ശ്രമമാണെന്ന് പരാതിക്കാരി കുറ്റപ്പെടുത്തി. രാഹുൽ മങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് നേതൃത്വം പ്രതീകാത്മക നടപടി മാത്രമാണ് സ്വീകരിച്ചത്. ഇപ്പോഴും പാർട്ടി അനുഭാവികളായ സമൂഹ മാധ്യമ ഹാൻഡിലുകൾ വഴി പ്രതിക്ക് അനുകൂലമായ പ്രചാരണങ്ങൾ നടക്കുന്നുവെന്നും പരാതിക്കാരി ചൂണ്ടിക്കാണിക്കുന്നു. ഫെന്നി നൈനാൻ അതിജീവിതമായ മോശക്കാരായി ചിത്രീകരിക്കാനും അവരെ നിശബ്ദരാക്കാനും നേതൃത്വം നൽകുന്നുവെന്നും പരാതിയിൽ ആരോപിക്കുന്നുണ്ട്. സൈബർ സെല്ലിന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കുമാണ് അതിജീവിത പരാതി നൽകിയത്. സ്വകാര്യ ചാറ്റുകളും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നുവെന്നും ഇത് ഇരകളെ മാനസികമായി തകർക്കാനും കേസിനെ അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണെന്നുമാണ് പരാതിക്കാരി പറയുന്നത്. കോൺഗ്രസ് നേതൃത്വം രാഹുലിനെതിരെ പ്രതീകാത്മക നടപടി മാത്രമാണ് സ്വീകരിച്ചത്. ഇപ്പോഴും പാർട്ടി അതായത് അത്തരത്തിലുള്ള ഗുരുതര ആരോപണങ്ങളാണ് നടത്തിയിരിക്കുന്നത്. അതിജീവിത മാത്രമല്ല, വ്യാജ വോട്ടർ ID കേസിൽ പ്രതിയായ ഫെന്നി നൈനാൻ അതിജീവിതമാരെ മോശക്കാരായി ചിത്രീകരിക്കാനും അവരെ നിശബ്ദരാക്കാനും നേതൃത്വം നൽകുന്നുവെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. KC സംസ്ഥാന ജനറൽ സെക്രട്ടറിയും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്ത ഫെന്നിയുടെ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ സ്വാധീനമുള്ളവർക്ക് എന്തുമാകാമെന്ന തെറ്റായ സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നതെന്നും അതിജീവിത ആരോപിച്ചു. ഇതിലൂടെ വരാനിരിക്കുന്ന തലമുറയുടെ പോലും സുരക്ഷിതത്വം ഇല്ലാതാകുകയാണ്. അതിജീവിതമാരുടെ വ്യക്തിത്വം വെളിപ്പെടുത്തിയവർക്കെതിരെ നിയമ നടപടി വേണം. കോടതിയുടെ പരിഗണനയിലുള്ള കാര്യങ്ങൾ ഏകപക്ഷീയമായി ചർച്ച ചെയ്യുന്നതിൽ നിന്ന് പ്രതികളെയും അവരുടെ സംഘത്തെയും തടയണം. നീതിപൂർവമായ വിചാരണ ഉറപ്പാക്കാൻ അധികാരികൾ ഇടപെടണം എന്നീ ആവശ്യങ്ങളും പരാതിക്കാരി മുന്നോട്ട് വെച്ചു. അത്തരത്തിലൊരു പരാതി വന്നപ്പോഴാണ് അതായത് സ്വകാര്യ ചാറ്റുകളടക്കം പുറത്തുവിട്ടത് അല്ലെങ്കിൽ അത് പ്രചരിക്കുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ ലക്ഷ്മി പത്മയാണ് കാരണം. എന്തുകൊണ്ട് ലക്ഷ്മി പത്മയ്ക്കെതിരെ പരാതി കൊടുക്കുന്നില്ല എന്ന ചോദ്യം ഫെന്നി നൈനാൻ ചോദിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ ഈ ഫെന്നി നൈനാൻ മൂന്നാമത്തെ അതിജീവിതയ്ക്കെതിരെ രംഗത്ത് വന്നിരുന്നു. നിർണായകമായ Facebook കുറിപ്പുകളിലൂടെയായിരുന്നു പ്രതികരണവുമായി രംഗത്ത് വന്നത്. പ്രത്യേകിച്ച് ഈ മൂന്നാമത്തെ അതിജീവിത എത്തുന്നു. മൂന്നാമത്തെ അതിജീവിതം തനിക്ക് അറിയാമെന്ന് ഫെന്നി നൈനാൻ വെളിപ്പെടുത്തൽ നടത്തുന്നു. പിന്നാലെ ഈ മൂന്നാമത്തെ അതിജീവിതം നടത്തിയ പ്രതികരണങ്ങൾ അതിനെതിരെ ഫെന്നി നൈനാൻ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. Facebook കുറിപ്പിലൂടെയൊക്കെയായിരുന്നു ഫെന്നിയുടെ പ്രതികരണങ്ങൾ. ആദ്യത്തെ Facebook പോസ്റ്റിലൂടെ ഈ മൂന്നാമത്തെ പരാതിക്കാരിയുമായി ബന്ധപ്പെട്ട് ഫെന്നി നൈനാൻ പങ്കുവച്ചത് ഇപ്രകാരമാണ്: രാഹുൽ MLA-യുടെ വിഷയത്തിൽ തന്റെ പേര് പരാതിക്കാരി പരാതിയിൽ പറഞ്ഞെന്ന് താൻ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു. തുടർന്ന് തനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാൻ മുഖ്യധാരാ മാധ്യമങ്ങൾ ആരും സ്പേസ് തരാതിരുന്നപ്പോൾ ഞാനത് ഫേസ്ബുക്കിലൂടെ പൊതുവിടത്ത് പറഞ്ഞു. ഒരു കാര്യത്തിന്റെ രണ്ടു വശവും പറയാനുള്ള അവസരം പോലും നിഷേധിക്കുന്ന സമീപനമാണ് മാധ്യമങ്ങൾക്കുള്ളത്. അത് ശരിയാണോ എന്ന് അവർ പരിശോധിക്കട്ടെ. തുടർന്ന് ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം തനിക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ്
ഇടത് കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്നത്. തന്നെയും തന്റെ കുടുംബത്തെയും വരെ ആക്രമിക്കുന്നു. അപ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടി വിശദമാക്കാമെന്ന് കരുതുന്നു. എന്നോട് സംസാരിച്ചിരുന്നതിന്റെ അവസാന കാലത്ത്, അതായത് 2 മാസം മുൻപ് രാഹുൽ MLA കാണാൻ പരാതിക്കാരി പലവട്ടം എന്നോട് അവസരം ചോദിച്ചു. പലവട്ടം ഒഴിവാക്കാൻ നോക്കി. നിർബന്ധം സഹിക്കവയ്യാതെ വന്നപ്പോൾ പാലക്കാട് ഓഫീസിൽ ചെന്നാൽ കാണാമെന്ന് പറഞ്ഞപ്പോൾ അതുപോരാ, സ്വകാര്യത വേണമെന്നും ഓഫീസിൽ എപ്പോഴും പാർട്ടിക്കാരും സ്റ്റാഫും ഒക്കെ ആയതുകൊണ്ട് സ്വകാര്യത കിട്ടില്ലെന്ന് അവർ പറഞ്ഞു. രാഹുൽ MLAയുടെ ഫ്ളാറ്റിൽ കാണാമെന്നും 3-4 മണിക്കൂറെങ്കിലും സമയം വേണമെന്നും പരാതിക്കാരി തന്നോട് പറഞ്ഞു. ഫ്ളാറ്റിൽ രാത്രിയാണെങ്കിലും കണ്ടാൽ മതിയെന്ന് അവർ പറഞ്ഞു. ഫ്ളാറ്റിൽ അസൗകര്യമാണെന്ന് പറഞ്ഞപ്പോൾ എങ്കിലും ഒരു ഡ്രൈവ് പോകണമെന്നും MLA ബോർഡ് വെച്ച് വണ്ടി വേണ്ട, അവർ വരുന്ന വണ്ടി മതിയെന്നും അവർ തന്നോട് പറഞ്ഞു. 2024 ഏപ്രിലിൽ ബലാത്സംഗം ചെയ്തു എന്ന് അവർ പറയുന്ന ആളിനെ 2025 ഒക്ടോബറിൽ ഐ പ്രിഫർ ഹിസ് ഫ്ലാറ്റ്, സേഫ് പ്ലേസ്, നൈറ്റ് ആയാലും കുഴപ്പമില്ല എന്ന് അവർ പറഞ്ഞതിന്റെ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ അവർ പറഞ്ഞത് അറിയാവുന്നത് കൊണ്ടാണ് അവർ ബലാത്സംഗ പരാതി പറഞ്ഞത് അത്ഭുതപ്പെടുത്തിയെന്ന് താൻ പറഞ്ഞത്. 2024 3 മണിക്കൂർ ബലാത്സംഗം ചെയ്ത ആളെ 2025 ഒക്ടോബറിൽ അതേ 3 മണിക്കൂർ ഒറ്റയ്ക്ക് കാണണമെന്ന് പറയുന്നതിന് ലോജിക്ക് എന്നാണ്. എല്ലാവർക്കും ബോധ്യമാകാൻ വേണ്ടി ഞാൻ ആ സ്ക്രീൻഷോട്ടുകൾ ഇവിടെ പങ്കുവയ്ക്കുന്നു. സ്ക്രീൻഷോട്ടുകളിലോ എഴുത്തിലോ കേസിലെ പരാതിക്കാരിയുടെ പേരോ ചിത്രമോ മേൽവിലാസമോ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള മെസ്സേജോ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ലാത്തതാകുന്നു എന്നും ഫെനി നൈനാൻ വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു മൂന്നാമത്തെ അതിജീവിത ഫെനിയുമായി നടത്തിയ ഈ ഒരു വാട്സാപ്പ് ചാറ്റുകൾ പുറത്തുവിട്ടത്. മാത്രമല്ല, മൂന്നാമത്തെ പരാതിക്കാരിയെക്കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഇടയ്ക്ക് നടത്തിയ ഇന്റർവ്യൂവിൽ പറഞ്ഞതും എന്താണെന്ന് നോക്കാം. മൂന്നാമത്തെ പരാതിക്കാരിയുടെ പരാതികൾ അടിസ്ഥാനരഹിതമാണ് എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. ഫ്ളാറ്റ് വാങ്ങി നൽകാൻ താൻ ആവശ്യപ്പെട്ടു എന്ന ആരോപണം തെറ്റാണെന്ന് രാഹുൽ പറഞ്ഞു. ഒരു ബിൽഡർ തനിക്ക് നൽകിയ ഡിസ്കൗണ്ട് നിരക്കിനെ കുറിച്ച് അന്വേഷിക്കാൻ സുഹൃത്തെന്ന നിലയിൽ പരാതിക്കാരിയോട് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ആ സംഭാഷണത്തിന്റെ മുകളിലെയും താഴെയുമുള്ള മെസ്സേജുകൾ പരിശോധിച്ചാൽ ഇത് ബോധ്യപ്പെടും. താൻ ലോൺ എടുത്ത് സ്വന്തം പണം ഉപയോഗിച്ചാണ് ഫ്ളാറ്റ് വാങ്ങാൻ ഉദ്ദേശിച്ചിരുന്നത്. വിവാഹം കഴിച്ച് കുടുംബമായി ജീവിക്കുമ്പോൾ വലിയ ഫ്ളാറ്റ് വേണമെന്ന് അവർ തന്നെ പറയുന്ന ചാറ്റുകൾ പുറത്തുവിട്ടാൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതി നിലനിൽക്കില്ലെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി. ചെരുപ്പ്, സൺസ്ക്രീൻ, ലോഷൻ തുടങ്ങിയവ വാങ്ങി നൽകാൻ ആവശ്യപ്പെട്ടു എന്ന പരാതികളെ രാഹുൽ പരിഹസിച്ചിരുന്നു. ഒരു ചെരുപ്പിന്റെ ലിങ്ക് അവർ അയച്ചു തരികയും പിന്നീട് താൻ അത് സ്വന്തം പണം നൽകി വാങ്ങുകയാണ് ചെയ്തത്. ഇത്തരം നിസ്സാരമായ കാര്യങ്ങൾ വലിയ ആരോപണങ്ങളായി മാറ്റുകയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിച്ചു. ഈ പരാതികളിൽ പറയുന്നതിനേക്കാൾ വലിയ സത്യങ്ങൾ കോടതിയിലൂടെ പുറത്തു വരുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നു. എന്തായാലും ഈ മൂന്നാമത്തെ ലൈംഗിക പീഡന പരാതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായത്. പിന്നാലെ കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ഈ കേസിൽ അറസ്റ്റിലായതോടെ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ശേഷം പുറത്തിറങ്ങി ഇനി മറ്റു കേസുകൾ നടപടികൾ കൂടി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിനിടയിലാണ് രാഹുലിന്റെ ഇന്റർവ്യൂ വരുന്നത്. ഇന്റർവ്യൂവിന് പിന്നാലെ ഈ ഒരു ലോഷൻ മാത്രമല്ല മറ്റു ചെരുപ്പ്, മറ്റു പല സാധനങ്ങളും ഈ മൂന്നാമത്തെ അതിജീവിത രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ സ്ക്രീൻഷോട്ടുകൾ, അത് വരുത്തിച്ച ഓൺലൈൻ വഴി വരുത്തിച്ച സ്ക്രീൻഷോട്ടുകൾ അടക്കം പുറത്തു വരുന്നു. അതിന് പിന്നാലെ ഫെനിക്കെതിരെ, അതായത് ലക്ഷ്മി പത്മ ആണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. പക്ഷേ ഫെനിക്കെതിരെ ഈ ഒരു നടപടി അതിജീവിത സ്വീകരിക്കുന്നു. അതിനെതിരെ ഫെനി നടപടിയുമായി രംഗത്ത് വന്നിരിക്കുന്നു. ഇനി എന്താണ് നീക്കം എന്നതാണ്, നിയമപരമായിട്ടുള്ള നീക്കങ്ങൾ ഇനി എന്തൊക്കെയാണ് എന്നതാണ് ഇവർ ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.